ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ ശ്രുതിക്ക് കഴിക്കാൻ ഫുഡൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ശ്രുതി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ആ ഏലസം അങ്ങോട്ട് വർക്കാവുന്നില്ലല്ലോ, അതെന്നാ പോലും എന്ന് ഓർത്താൽ എങ്ങനെ നിൽക്കാം. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ വിഷമിച്ച് ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ആ ഡോക്ടറുടെ വീട്ടിൽ, അതായത് വർഷ കാണാൻ ചെന്ന് ഡോക്ടറുടെ വീട്ടിലെത്തുവാണ്. അപ്പോൾ ആ ചേച്ചി വന്ന് വാതിൽ തുറന്നു. രേവതി വന്നോന്ന് ചോദിച്ചു. എന്നാൽ ചേച്ചി പൂക്കളെന്ന് പറഞ്ഞാൽ രേവതി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പൂക്കളൊക്കെ ഉണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ഉണ്ട് ചേച്ചി, മേഡം പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവരും. ഏതൊക്കെ പൂജയ്ക്ക് ഏതൊക്കെ പൂക്കളാണ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നൊക്കെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇതാരാ രേവതിയോ? രേവതിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ. അപ്പം ഞാൻ വരാറുണ്ട് സർ, വിശേഷ ദിവസങ്ങളൊക്കെ പൂജയ്ക്കുള്ള പൂക്കളുമായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണാത്തതാണെന്ന് പറഞ്ഞപ്പം ശ്രീകാന്തിൻ്റെ വൈഫിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, എന്ത് കുഴപ്പം? എന്ത് സർ? അവൾക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പം അതെന്താ രേവതി ഒന്നും അറിയാത്തതുപോലെ, അവൾ പ്രഗ്നൻ്റ് അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. പ്രഗ്നൻ്റോ? അതെ, രേവതി അതൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടിലല്ലേ നിങ്ങൾ താമസം? എന്നിട്ട് രേവതിയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്തു പറ്റി, നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലേ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും, എന്നോട് മാത്രമല്ല, അത് അവൾ വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നത്. ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതെന്ന കാര്യം ഡോക്ടർ പറയാം. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഭയങ്കര സന്തോഷം. അപ്പം ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞങ്ങ് പോയി. അപ്പം രേവതി ഞാൻ ഈ പൂ കൊണ്ട് വെച്ചിട്ടിരുന്ന് ഇരിക്കാൻ പറഞ്ഞു. വേണ്ട മേഡം, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ മേഡം അകത്തേക്ക് കയറിപ്പോയി പൈസയൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട്. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും അച്ഛനമ്മമാരാകാൻ പോകുന്നു. സന്തോഷം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു രേവതി അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടുക. ഈ സമയത്ത് സച്ചി അവിടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിങ്ങനെ നിൽക്കുക കേട്ടോ. അവധി ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഓട്ടം കുറവാന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അവരോട് പറയുന്ന സമയത്ത് ഈച്ചി അങ്ങോട്ടേക്ക് വന്നു. ആരടാ ഈ വരുന്നത്? എവിടാ നിൻ്റെ പെണ്ണ് എന്നൊക്കെ ചോദിച്ചോട്ടോ സച്ചി. ഇനി വരുമ്പോൾ പെണ്ണിൻ്റെ കൈ പിടിച്ച് വരുമെന്നല്ലേ നീ അന്ന് പറഞ്ഞിട്ട് പോയത്, എന്നിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഈച്ചയ്ക്ക് ഭയങ്കര സങ്കടം. നീ അവളോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പെണ്ണ് നിന്നെ കണ്ടോ? നീ അവളുടെ മുന്നിൽ ചെന്നായിരുന്നോ? അപ്പോൾ ഇല്ല എന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ അതെങ്ങനെ മുന്നോട്ട് പോകാനാ? നീ ആദ്യം അവളുടെ കണ്ണിലൊന്ന് പെടാൻ നോക്കുക. അവളുടെ കണ്ണിൽ പെടുന്നത് പോലെ ചെന്ന് നിൽക്കണം. എന്നിട്ട് നീ അവളെ നോക്കി ചിരിക്കണം. അപ്പം നിന്നെ നോക്കി അവൾ ചിരിച്ചില്ലെങ്കിൽ നീ പിറ്റേ ദിവസം അവിടെ പോയി അവളെ നിന്ന് കാണണം. പിന്നെ നീ അവളെ നോക്കി ചിരിക്കണം. 2 or 3 ദിവസം അവൾ മസിലൊക്കെ പിടിച്ച് നിൽക്കുമായിരിക്കും. പിന്നീട് നീ ചിരിക്കുമ്പോൾ അവളും ചിരിക്കും. അപ്പം നീ അവളുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എടാ, ഇനി അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? അപ്പോൾ വേണം, നീയാണ് ഇപ്പം എൻ്റെ ഗുരു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഗുരു അവൻ്റെ. എടാ, ഞാൻ കല്യാണത്തിന് മുൻപ് ഒരു പെണ്ണിനെ പോലും പ്രേമിച്ചിട്ടില്ല എന്നും കല്യാണത്തിന് ശേഷമാണ് പ്രേമിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എപ്പോ? അപ്പം നിനക്ക് വേറെ കണക്ഷനൊക്കെ ഉണ്ടല്ലേ എന്ന് ഈച്ച ചോദിക്കുമ്പോൾ എടാ, കല്യാണത്തിന് മുമ്പ് ഞാൻ ആരും പ്രണയിച്ചിട്ടില്ല, കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യ പ്രണയിച്ചെന്ന്. എൻ്റെ പൊന്നെ, ഞാനങ്ങ് പേടിച്ചു പോയി. നീച്ച ഇവനെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കാം. നീ പറ, അവൾ ചിരിച്ചാ ഞാൻ എന്താ പിന്നെ സംസാരിക്കണ്ടേ? പറയടാ, പറഞ്ഞതാളാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും സച്ചി നമ്മുടെ ഈച്ചയ്ക്ക് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈച്ചയ്ക്ക് പ്രണയിക്കാനുള്ള വഴികളും അതുപോലെ പെങ്കൊച്ചിനെ വീഴ്ത്താനുള്ള ആ ഒരു ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പെങ്കൊച്ചിനെ പുകച്ച് സംസാരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവളെ കാണുമ്പോൾ ചിരിക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ ചിരിച്ചാൽ മതിയോ, അങ്ങനെ ചിരിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുക. സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. നീ ഇങ്ങനെ പോയി നിന്ന് കോപ്രായം കാണിക്കാനല്ല പറഞ്ഞത്, ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കാൻ പറഞ്ഞു. സച്ചി ചിരിച്ചൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഈച്ചയും ചിരിച്ചു കാണിച്ചു. മതിയോ, ഇങ്ങനെ മതിയോ? അത് മതി, നന്നായിട്ടുണ്ട്, സെറ്റാന്ന് പറഞ്ഞു സച്ചി. നന്ദിയുണ്ട് ഗുരുവേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ശരി ചെല എന്നും പറഞ്ഞാൽ ഈച്ചയെ പറഞ്ഞു വിട്ടു സച്ചി. തൊട്ടടുത്ത നിമിഷം രേവതിയുടെ കോള് വരുന്നു. പറ രേവതി, എന്താ? അന്നേരം സച്ചേട്ടാ എവിടെയുള്ളതെന്ന് ചോദിച്ചു. ഞാൻ സ്റ്റാൻഡിലുണ്ട്, ഓട്ടം കുറവാന്നേ. ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. എന്ത്? അതെ, നമ്മുടെ വർഷ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം രേവതി പറഞ്ഞേ. സത്യമാണോ എന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ സത്യമാന്നേ, അത് എന്നോടിപ്പോൾ ഡോക്ടറാണ് പറഞ്ഞതെന്ന്. അവളെ പരിശോധിച്ച ഡോക്ടറുടെ വീട്ടിൽ ഞാൻ പൂ കൊടുക്കാൻ വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും കൂടെ തുള്ളിച്ചാട് സന്തോഷം കൊണ്ട്. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവു അതുവഴി സ്കൂട്ടർ ഓടിച്ചു വരും. അപ്പോൾ പോലീസ് വഴിയിൽ ചെക്കിങ്ങിന് നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പോലീസ് SIയും അതുപോലെ അരുണും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ അരുൺ ഇങ്ങനെ ദേവുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവു ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. അരുൺ ഭയങ്കര ഗൗരവത്തിലാണ്. ഇത് ആരുടെ വണ്ടിയാണ് ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണെന്ന് ദേവു അരുണിനോട് പറയുന്നു. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അതെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ചോദിക്കുമ്പം അപ്പം വീട്ടുവിശേഷമൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണെന്നും എന്താ ഹെൽമെറ്റ് ഇടാതിരുന്നതെന്ന് ദേവുവിനോട് ചോദിക്കുക കേട്ടോ അരുണ്. ചോദിച്ചത് കേട്ടില്ലേ, എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടില്ല എന്ന്.
ഓ സീരിയസ് ആണല്ലേ എന്ന് ദേവു. ആ അതെ സീരിയസ് തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ദേവുവിന് സങ്കടം വന്നു. ഈ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം എന്നുള്ളത് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഫൈൻ അടച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇടാൻ എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് വേണ്ടേ എന്ന് ദേവു. ഞാൻ പറഞ്ഞല്ലേ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അവളിത് വിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കാവെന്ന് കരുതി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒന്ന് ഓടിച്ച് നോക്കിയതാണെന്ന് ദേവു പറയാട്ടോ. വണ്ടി വാങ്ങുമ്പോൾ ഉറപ്പായിട്ട് ഹെൽമെറ്റ് വാങ്ങിക്കുമെന്ന് നമ്മുടെ ദേവു. ഞാൻ അതിട്ടേ വണ്ടി ഓടിക്കൂ. അപ്പോൾ ഓഹോ, അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണല്ലേ. ഈ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ഹെൽമെറ്റ് ഇടണ്ടെന്ന് എവിടെയെങ്കിലും നിയമം ഉണ്ടോ എന്നൊക്കെ ആരും ചോദിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ നിർബന്ധമായി ഹെൽമെറ്റ് ഇട്ടിരിക്കണം. ഈ പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അരുൺ പറയുകയും ചെയ്തു. എല്ലാവർക്കും റൂൾസ് ഒരുപോലെ തന്നെയാണ്. ഫൈൻ അടച്ചിട്ട് പോകുന്ന ദേവുവിനോട് അരുൺ പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടച്ചോളാം, വേണ്ട എനിക്കറിയാൻ കൊടുക്കാം, ഞാൻ അടച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു പൈസ അടയ്ക്കാൻ പോവാം. അങ്ങനെ അവിടെ ചെന്ന് പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ SI സാർ ചോദിക്കുന്നു, അതെല്ലാം എഴുതി അങ്ങനെ ഫൈനും അടച്ച് നമ്മുടെ ദേവു ഓടുന്ന് പോകുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ രേവതി വരികയാണ്. രേവതി സ്വപ്നം കണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. അതായത് വർഷയ്ക്ക് കുഞ്ഞുവാവ ഉണ്ടായി. പിന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന കുഞ്ഞുവാവ എടുക്കുന്നത്, കൊഞ്ചിക്കുന്നത്, സ്നേഹിക്കുന്നത്, ലാളിക്കുന്നത്, ഇതെല്ലാം കണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സ്വപ്നം കണ്ടു വരുന്ന സമയത്ത് പോലീസുകാർ കൈ കാണിച്ചു. എവിടെ നമ്മുടെ രേവതി നിർത്തുമോ? അപ്പോൾ സാറേ അതേ കൈ കാണിച്ചിട്ട് നിർത്താതെ പോവാ സാറേ എന്ന് പറയും. എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ചെന്ന് പിടിക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട വേണ്ട പിടിക്കൊന്നും വേണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. അവർ ഈ ലോകത്തൊന്നും അല്ലെന്നാ തോന്നുന്നു സാറേ, സ്വപ്നം കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് അരുൺ. മിക്കവാറും എവിടെയെങ്കിലും കൊണ്ട് കയറുമെന്ന് അരുൺ അന്നേരം പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഡബ്ബിങ്ങിന് പോയി നിൽക്കുക. ദൈവമേ ഇതിനൊന്നും അബോർഷൻ നടത്താൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ആ സാറ് വർഷ തനിക്ക് എന്താ പറ്റിയ, താനെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന, റെഡിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ റെഡിയാന്ന് പറഞ്ഞു. ആ സമയത്ത് വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഇമോഷണലി കുഞ്ഞിൻ്റെ കാര്യം മനസ്സിലേക്ക് വന്നു, പറയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ആ സാറ് ചോദിച്ചു, വർഷയ്ക്ക് എന്താ പറ്റിയേ, ഓക്കെ ആവുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സാറേ എന്ന് പറഞ്ഞു. അർജൻറ്റ് ഒന്നും ഇല്ലല്ലോ, ഞാൻ നാളെ വന്ന് ഡബ് ചെയ്തോളാം എന്ന് പറഞ്ഞു നമ്മുടെ വർഷം അവിടെ നിന്ന് അങ്ങ് പോണു. ഈ സമയം പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണെങ്കിൽ അവിടെ ഡ്രസ്സൊക്കെ ആൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധി അങ്ങോട്ടേക്ക് വന്നു. സുധി അങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴത്തേക്കും പരാതിയോട് പരാതി, നീ ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ കട ഉടനെ തന്നെ പൂട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ആ കള്ളി പോയതോടെ നിന്റെ താളി തെറ്റിയോ എന്നൊക്കെ ചോദിക്കാട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ അമ്മ മോനോട്. അല്ല നീ എന്താ മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്, നിന്റെ നാക്കുമല്ല ഇറങ്ങിപ്പോയോ? അപ്പോഴത്തേക്കും ചന്ദ്രയെന്നും പറഞ്ഞു അച്ഛൻ താഴെ എന്ന് വിളിച്ചു. ഞാനിപ്പോൾ വരാം, ബാക്കി ഞാൻ വന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് ഇറങ്ങിപ്പോയി. സുധി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു. സുധി നേരെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും സുധിയുടെ കൈയും പൊള്ളി. ചെന്ന് ആ ഒരു അയൺ ബോക്സിലേക്ക് അങ്ങ് പിടിച്ചു. അപ്പോൾ എന്താ അമ്മയെ കാണിക്കുന്നത്, അമ്മ ഇത്രയ്ക്ക് വണ്ടിയാണോ, എന്തിനാ അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയത്, അമ്മയ്ക്ക് ബുദ്ധിയില്ല അമ്മ എന്നൊക്കെ ചോദിച്ചു. സുധി ഇങ്ങനെ പറയാട്ടോ, അമ്മ അയൺ ബോക്സ് ആരെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ട് പോവും അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര തുണി ഇസ്തിരി ഇടുമായിരുന്നില്ലേ, അപ്പോഴല്ലേ രവിയേട്ടൻ വിളിച്ചത്, ഞാൻ ഓഫാക്കാൻ മറന്നുപോയതാണെന്ന് ചന്ദ്ര. ഓഫാക്കാൻ മറന്നുപോയി, ഓ എത്ര കൂളായിട്ട് അമ്മ ഇതൊക്കെ പറയുന്നത്. എടാ ഇത് ഓട്ടോമാറ്റിക്കാ, താനെ ഓഫ് ആയിക്കോളൂന്ന് ചന്ദ്ര. ഇസ്തിരിപ്പെട്ടിക്ക് ഒന്നും പറ്റില്ല. ഓ ഇസ്തിരിപ്പെട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റിയില്ല, എൻ്റെ കൈ പൊള്ളിയില്ലേ, ഇത് എന്നാ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുന്നു, അമ്മ കുറച്ചൊക്കെ സെൻസ് വേണോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവനിങ്ങനെ എന്നോട് പറയാറുള്ളതല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രൻ നിൽക്കാം. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിന്ന് കാറിക്കൊണ്ടിരിക്കുക നമ്മുടെ സുധിയുടെ കൈ ശരിക്കും പൊള്ളി. അയ്യോ എൻ്റെ കയ്യേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നോക്കും കേട്ടോ. സ്വാമിക്ക് ഏലസ് മാറിപ്പോയെന്നാ തോന്നണേ. മകനെ അമ്മയിൽ നിന്ന് അകറ്റുന്ന ഏലസാണ് സ്വാമി എനിക്ക് പൂജിച്ച് തന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏത് സമയത്താണെന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്, അമ്മയാണോ അമ്മ ഇന്ന് എന്നും എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാറോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധി ഇങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ. പിന്നെ അമ്മ എന്തിനാ ചാടിക്കറി അയൺ ചെയ്ത്, അതിൻ്റെ ആവശ്യം എന്താ, ഇനി മുതൽ അമ്മ അയൺ ബോക്സിൽ തൊടണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി പറയുമ്പോൾ കള്ളസ്വാമിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ചന്ദ്ര ഓടി ചെല്ലുന്നു. നീ കഴിഞ്ഞൊരു ഷർട്ട് ഊരാൻ പറഞ്ഞു. ഷർട്ട് ഊരാൻ ഞാൻ എന്തിനാ ഷർട്ട് ഊരുന്നതെന്ന് ചോദിച്ചു. നിന്നോടല്ലേ ഊരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഷർട്ട് ഇങ്ങനെ ഊരിക്കുക. അപ്പോൾ എനിക്ക് ഇനി ഏലസ് വേണ്ട അമ്മ, എനിക്ക് ഇനി ഏലസ് വേണ്ട എന്ന് സുധി പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അടങ്ങി നിൽക്കും നീ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കൊണ്ടേ കൊടുത്ത ഏലസ് അത് ചന്ദ്ര അഴിച്ചു മാറ്റി. അതുപോലെ മറ്റേ ഏലസും അഴിച്ചു മാറ്റി. അങ്ങനെ 2 ഏലസും അഴിച്ചു മാറ്റി സുധിയെ സ്വതന്ത്രനാക്കി. അപ്പോൾ പ്രൊട്ടക്ഷൻ വേണ്ടേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചന്ദ്ര ഇത് അഴിച്ചു മാറ്റിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് രേവതി പുറത്ത് പോയിട്ട് കയറി വന്നു. തൊട്ടു പിന്നാലെ സച്ചിയും വന്നു. അപ്പം നീ ഇവരോട് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. സച്ചി വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് രേവതി. അപ്പം നീ എന്തായാലും പറയാത്ത നന്നായി, കള്ള ശ്രീകാന്ത് ഇവിടെയുണ്ട്, ഇത്രയും വലിയ സന്തോഷം നമ്മളോട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, നമുക്ക് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയും കൂട്ടി അകത്തേക്ക് കയറി പോവാട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നു. ചന്ദ്രൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അമ്മ എവിടെയുണ്ടോ? അച്ഛാ സുധി ശ്രീകാന്തേ
എടാ വേഗം വാ. അപ്പോഴത്തേക്ക് രേവതി ശ്രീകാന്തേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എന്താടേ കാണിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ പറയാം അമ്മ അവരൊക്കെ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് ശ്രുതി ഓടി ഇറങ്ങി വന്നു. എന്താ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല നല്ല സന്തോഷത്തിലാണല്ലോ രണ്ടുപേരും, എന്താ കാര്യം എന്ന് ചോദിച്ചു അച്ഛൻ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും അച്ഛാ, എന്താ കാരണം എന്ന് പറ ശ്രീകാന്ത്. അത് നീ തന്നെ അങ്ങ് പറയാൻ പറഞ്ഞു. എനിക്ക് സന്തോഷം കൂടി നിൽക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ സച്ചി എടുത്തൊക്കെ പൊക്കുക. എന്തടാ കാണിക്കുന്ന, നിലത്ത് നിർത്തടാ, എന്നെ കാര്യം എന്ന് പറ. അപ്പൊ സച്ചിയുടെ താഴെ നിർത്തുന്ന രേവതി. അച്ഛൻ നിർത്താൻ പറ അച്ഛന്ന് പറഞ്ഞു ശ്രീകാന്ത്. ആ സമയത്ത് ചന്ദ്ര എന്തുവാടാ ഈ കാണിക്കുന്നത്, നിനക്കൊക്കെ എന്നടാ വട്ടായോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കാം. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ഞാനെങ്ങനെ പറയാനാണെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പൊ ഇവനെന്താ ഭ്രാന്തായോ എന്ന് ചന്ദ്രമതി ചോദിക്കുക. അപ്പം നീയും വർഷയും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു. ഞാനും വർഷയും മറച്ചു വെച്ചു, എന്ത് കാര്യം? എടാ ഇനി മൂടി വെക്കാൻ നിൽക്കേണ്ട, അതങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു രേവതിയെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് മൂടി വെച്ചെന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോഴേക്കും അച്ഛനും അമ്മ ഇങ്ങനെ നോക്കുക. സുധി നിനക്കറിയില്ലല്ലോ എടാന്ന് പറഞ്ഞു. എടാ കള്ള നിൽക്കടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ശ്രീകാന്തിനെ ഓടിക്കുക. ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിനെ നിനക്ക് നല്ല ശിക്ഷ തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും നല്ലത് കാര്യമായതുകൊണ്ടാണ് പറയാത്തത്. പറയടാ എടാ നീ എന്താ മറച്ചു വെച്ചത്, എന്താണെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പറഞ്ഞു സുധി. അന്നേരം എൻ്റെ അച്ഛനാണെങ്കിൽ സത്യം ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ദേ അച്ഛനെ പിടിച്ച് കള്ളസത്യം ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു സച്ചി. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പം അവൻ കള്ളസത്യം ചെയ്യില്ല സച്ചി എന്ന് അച്ഛൻ. കള്ളസത്യം തന്നെ അച്ഛാ, എന്താ ഇത് സംഭവം എന്ന് ചോദിച്ചു. ആ സമയം വർഷ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമാണ് അത് ഇവൻ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഭയങ്കര ചിരി. അപ്പോൾ ഇവനൊക്കെ എന്താ അച്ഛാ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അല്ല ഇത് എന്നും പറഞ്ഞ് നിൽക്കുമ്പം ഞാൻ അച്ഛനാകാൻ പോവുകയാണെന്നോ, ആര് പറഞ്ഞു ഇതൊക്കെ? എൻ്റെ പൊന്ന് സച്ചേട്ടാ, വേറെ ആളെ പറ്റിക്കാൻ ആരോ പറഞ്ഞതാ, നിങ്ങളെ ആരോ പറ്റിച്ചതാണെന്ന് പറഞ്ഞു. അമ്മ അന്നേരം ആരും പറഞ്ഞു പറ്റിച്ചൊന്നുമല്ല, വർഷ പ്രഗ്നൻ്റ് ആണെന്നും ഞാൻ പൂ കൊടുക്കാൻ പോയപ്പോഴേ വർഷയെ പരിശോധിച്ച ഡോക്ടർ അതെന്നോട് പറഞ്ഞതെന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. സുധിക്ക് മാത്രം സന്തോഷമില്ല. സുധി ഇങ്ങനെ നിലത്തോട്ട് നമുക്കിങ്ങനെ അയ്യോ എന്നും പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ സത്യമാണ് ഏട്ടത്തി എന്ന് ചോദിച്ചു ശ്രീകാന്ത്. സത്യമാടാ, ഞാൻ പറഞ്ഞത് സത്യമാ എന്ന് നമ്മുടെ രേവതി ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രീകാന്തിന് ഇത് നിന്നോട് അവൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഇവര് ഇല്ല. അപ്പോൾ ഈ സന്തോഷ വാർത്ത അവൾ ആദ്യം നിന്നോടല്ലേ പറയേണ്ടത്, എന്തുകൊണ്ടാണ് പറയാതിരുന്നേ എന്ന് അമ്മ അന്നേരം വന്ന് ശ്രീകാന്തിനോട് ചോദിക്കാട്ടോ. എനിക്ക് അറിയില്ല അമ്മ എന്ന് ശ്രീകാന്ത് പറയണം. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. നീ ഒന്നും അറിഞ്ഞില്ലെന്നോ? അല്ല നീ ഒന്ന് അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയതല്ലേ, എന്നിട്ട് ഡോക്ടർ ഒന്നും നിന്നോട് പറഞ്ഞില്ലേ എന്ന് സുധി ചോദിച്ചപ്പം ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞായി പിന്നെ നമ്മുടെ ശ്രീകാന്ത്. അവളെ എന്തിനാ ഇത് ആരോടും പറയാതെ മൂടി വെച്ചതെന്ന് ചന്ദ്ര ചോദിച്ചു. അന്നേരം എൻ്റെ ചന്ദ്രയെ നീ ഒന്ന് സമാധാനപ്പെട്, ഇതൊന്നും വലിയ വിഷയമാക്കി വെക്കാതെ, ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും പറയാമെന്ന് വിചാരിച്ച് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും, അത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതൊക്കെ വിട്. ഇപ്പൊ പണി പറ്റിച്ച ഈ കള്ളനില്ലേ, അവനൊരു സമ്മാനം കൊടുക്കേണ്ട സമയമായി നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഷോന്നും പറഞ്ഞു സുധി ഇങ്ങനെ നിൽക്കുക. ഞാനതൊന്ന് കൊടുത്തിട്ട് വരട്ടെ കള്ളാന്നും പറഞ്ഞിട്ട് അച്ഛൻ ചെന്ന് മോനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. സന്തോഷമായിട്ട് അച്ഛന് സന്തോഷം. അപ്പം ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ അച്ഛൻ, ഒന്ന് മറിക്കച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ സച്ചിയും കെട്ടിപ്പിടിക്കാം. കള്ളൻ എന്നും പറഞ്ഞ് സുധി മാത്രം ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് സൈഡിൽ മാറി നിൽക്കുന്നു. അപ്പോൾ കൺഗ്രാറ്റ്സ് പറഞ്ഞ് നമ്മുടെ രേവതിയും ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.